ഒരുപാട് മുൻപ് ചെയ്തിട്ടുള്ള കുറച്ച് മിമിക്രിയിൽ നിന്നും ഒരുപക്ഷെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം, ദേ മാവേലി കൊമ്പത്തൊക്കെ. അതിൽ ഒരുപാട് പ്രഗത്ഭരായ ഇന്നത്തെ മലയാള ചലച്ചിത്ര താരങ്ങളുടെ അനുകരണം കേട്ടിട്ട് പഠിച്ചിട്ടുള്ളൊരു സംഭവം. കുറച്ച് ഇൻ്റർവ്യൂവിലൊക്കെ ഞാനത് ചെയ്തിട്ടുണ്ട്. ഈ ഓണത്തിനും തീർച്ചയായിട്ടും ആ ഒരു മാവേലിയും ഡ്യൂപ്പും എന്ന രണ്ട് കഥാപാത്രങ്ങളെ ജഗതിയും ഇന്നസെൻറ്റും അവതരിപ്പിക്കുമ്പോഴുള്ള ആ ഒരു വോയിസ് അനുകരണം ചെയ്യാം. മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പെർഫോം ചെയ്യാം, വോയിസ് അനുകരിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. പടച്ചോനെ, ഇത്തവണത്തെ ഓണത്തിന് മാവേലിനെ കാണുന്നില്ലല്ലോ. അല്ല, മാവേലി വരുന്നത് എങ്ങനെയാണ് നമ്മളറിയാ? എന്തായാലും കളിക്കാക്കലൂർ അടക്കുന്നൊരു കളിയാക്കല്. നമ്മൾ പറയണത് നിങ്ങളൊന്ന് കേക്കേന്ന്. എന്നാ പിന്നെ നീ അങ്ങോട്ട് പെട്ടെന്ന് പറയുന്നേ. അതായത് മാവേലി വരാൻ സമയമായി കഴിഞ്ഞാൽ 1000 രൂപയുടെ സാധനങ്ങൾക്ക് 1500 രൂപ വിലയിട്ടിട്ട് 1000 രൂപയ്ക്ക് ഓഫറാണെന്നും പറഞ്ഞിട്ടുള്ള കുറേ പരസ്യങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പം മാവേലി വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് മനസ്സിലാവും. അത് പറഞ്ഞത് കാര്യമാണ് കേട്ടാ. ഓണം പണ്ടൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നത് മാവേലിൻ്റെ വരവും ആ ഒരു നാടൻ കലാരൂപങ്ങളും ഒക്കെ ആയിട്ടാണ്. പിന്നെ അതിനപ്പുറത്ത് പണ്ടാണെങ്കിൽ നമ്മളെ മിമിക്രി കാസറ്റൊക്കെ ഉണ്ടായിരുന്നില്ല നാദൃശൻ്റെ. അതിൽ ദിലീപിൻ്റെ ഇന്നസെൻറ്റും ജഗതിയൊക്കെ കേൾക്കുമ്പോൾ എന്ത് രസമായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അത് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടോയെന്ന് നമുക്കറിയില്ല. എന്തായാലും പണ്ടിറങ്ങിയ ഓണ കാസറ്റുകളൊക്കെ കേട്ടിട്ട് എന്തോരം നമ്മളെ പൊട്ടി ചിരിച്ചല്ലോ നമ്മൾ. പടച്ചോനെ, പാട്ട് പാടില്ല, എൻ്റെ പാട്ട് കേട്ടാൽ നമ്മൾ ഉറങ്ങിപ്പോവും. ഡ്യൂപ്പേ, നമ്മൾ ഇത്തവണത്തെ ഓണത്തിന് കേരളത്തിലേക്ക് പോകാനായെന്ന് ആരൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടല്ലോ. തിരുവേടി ഇത്തവണത്തെ ഓണത്തിന് പോവാറായത് എല്ലാ മുഖ്യ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ വാർത്തയൊന്നും കൊടുക്കുന്നില്ല. എന്താടാ വാർത്ത കൊടുക്കാത്ത? എല്ലാവരും കൊടുക്കുന്നത് പിന്നെ എന്താ? എന്തായാലും തിരുവേടി ഇത്തവണത്തെ മുഖ്യ പത്രത്തിൽ എല്ലാത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ എന്താ കാര്യം എന്ന് പറ. ഓണമായെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഓഫർ വെച്ച് കൊടുക്കുന്നുണ്ടെന്നല്ലേ നീ പറഞ്ഞു വരണേ? അതേ തിരുവേടി, ഓഫറായാൽ അത് ആളുകൾ തിരിച്ചറിയും ആ സമയത്ത് ഓണമായെന്ന്. പണ്ടത്തെ ഓണം മാറി, പണ്ടത്തെ ആളുകളും മാറി. ഇപ്പോഴെല്ലാവരും എന്നെ മറന്നു തുടങ്ങിയില്ലേ? വെറും കച്ചവടത്തിന് വേണ്ടി മാത്രം എൻ്റെ ഫോട്ടോയും എൻ്റെ രൂപവും എൻ്റെ ശബ്ദവും വെച്ച് ജനങ്ങളെ ഇങ്ങനെ ഞാൻ പറയണില്ല. തിരുവേടി ഏതായാലും കേരളത്തിലേക്ക് പുറപ്പെടാം. ധാരാ നമ്മുടെ മുന്നിലെത്തിയേക്കണേ. പഠിച്ചോനെ, നേരമില്ല. എന്തായാലും ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾ കേരളത്തിലേക്ക് വരുന്നതിന് മുൻപ് നമ്മളെ പുതിയ ബൈപ്പാസ് വഴി നിങ്ങൾ കാണാൻ വന്നതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് വർഷമായല്ലോ എൻ്റെ കൂടെ കൂടിയിട്ട്. തിരുവേടി കൂടാതെ ഹാബിരത്താത്തയും. അല്ല പടച്ചോനെ, ഇതാരൊക്കെയാണിത്? നമ്മളെ പൊന്നു മാവേലി, നമ്മളെ ഡ്യൂപ്പ്. ഒരുപാട് വർഷമായിട്ട് കണ്ടിട്ടെങ്കിലും നിങ്ങൾക്കൊന്നും പ്രായമാവണില്ലേ എന്നാണ് ഞാൻ ചോദിക്കണത്. എന്തായാലും കൂടെ ആരൊക്കെയുള്ളതെന്നൊന്ന് കാണട്ടെ. ആരും ഇവിടെ മാവേലിയോ? എന്താണ് കുറേ കാലമല്ല കണ്ടിട്ട്. ഇത്തവണത്തെ ഓണത്തിന് പാട്ടും കൂത്തൊന്നില്ലേ? എന്താ ഒരു ചേലി. ആ ശബ്ദം കേൾക്കുമ്പം തന്നെ ഓണത്തിൻ്റെ ആരവം ഹൃദയത്തിൽ ഇടിച്ചതുപോലെ. എന്തായാലും മാവേലി, എന്തായാലും ഇത്തവണത്തെ ഓണത്തിന് നാട്ടിൽ വരണം. മാവേലിനെ വെച്ച് പരസ്യം ചെയ്യാനല്ല, നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയണം. നാട്ടുകാർക്ക് മൊത്തത്തിൽ ഇപ്പം എന്താ പറയുക, മാവേലിനെ കാണായിട്ടുള്ള വിഷമത്തിലാണ്. എന്തായാലും എന്തോരം കാലം മാവേലിനെ നമ്മൾ കണ്ടതാണ്. അല്ല, ഇതാരാ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണേ? മാവേലിയെ കാണണം, ഒന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. മാവേലിയോട് ഒരുപാട് കാര്യങ്ങൾ പറയണം എന്ന് തോന്നിയപ്പോൾ ഇങ്ങോട്ട് നേരെ പോന്നു. എന്തായാലും എന്നെ കാണാൻ നേരിട്ട് വന്നതിൽ എനിക്ക് ഒരുപാട് സമാധാനമുണ്ട്. അല്ല, ഇതാര എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കണേ? ഞാൻ കേരളത്തിലേക്ക് വരാം. നിന്റെ കുറുമ്പും ശബ്ദത്തിനൊന്നും ഒരു മാറ്റം ഇല്ലല്ലോടാ. തിരുവേടി ഒരുപാട് നേരമായല്ലേ. ഇനി ഇവരെ എല്ലാവരെയും കൂട്ടി നമുക്ക് കേരളത്തിലേക്ക് യാത്രയാകാം. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇവിടെ നിന്ന് സംസാരിച്ചാൽ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ കാണാനുമുണ്ട്. ഏതായാലും കേരളത്തിലേക്ക് നമുക്ക് പുറപ്പെടാം.
എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത്തവണത്തെ ഓണത്തിന് ഞാൻ അങ്ങോട്ട് വരുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് എന്നെ കണ്ടതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എന്തായാലും പണ്ടത്തെ പാട്ട് മറക്കാൻ പറ്റില്ലല്ലോ പൊന്നെ. മാവേലി നാടുവാണിടും കാലം. ഹാവ് മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എല്ലാവരും കൂടെ ഒന്നുപോലെ നിന്നാ നമുക്ക് സന്തോഷത്തിൽ കഴിയാം. അപ്പം എല്ലാവർക്കും ഞാൻ പറയാം ഹാപ്പി ഓണം. ആ എൻ്റെ